ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദേവസ്വം ബോർഡ് നിർദ്ദേശത്തെ തുടർന്നാണ് സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും ഭക്തനെന്ന നിലയിൽ ഗോവർദ്ധനെ പരിചയമുണ്ടെന്നും കണ്ഠരര് മഹേഷ് മോഹനര് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പൂർത്തിയായാൽ A. പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തന്ത്രി കണ്ഠരര് രാജീവരടക്കം നൽകിയ മൊഴിയാണ് മഹേഷ് മോഹനരും ആവർത്തിച്ചത്. 2022 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് തിരുവനന്തപുരം ദേവസ്വം ബോർഡാണ്. അതിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത്. ശബരിമലയിൽ സ്ഥിരമായി എത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം വിറ്റ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായുള്ള ബന്ധത്തെക്കുറിച്ചും മഹേഷ് മോഹനരോട് വിവരം തേടി. ഭക്തരെന്ന രീതിയിൽ ക്ഷണിച്ചപ്പോൾ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പോയതാണെന്ന് കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. ബുധനാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. ശബരിമലയിൽ നിന്നും ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലവും തുടരന്വേഷണത്തിൽ നിർണായകമാകും. അതേസമയം സ്വർണ്ണപ്പാളി കൊണ്ട് UDF ഒരു ഗുണവും കിട്ടില്ലെന്നും അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയത് ആരായാലും നടപടിയെടുക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അയാൾക്കെതിരെ നടപടി ആവശ്യമായ രീതിയിൽ നമ്മൾ എടുക്കും. അതിന് ധൃതിപ്പെടേണ്ട. അതിപ്പോൾ ഇന്ന് തന്നെ എടുക്കണം, നാളെ എടുക്കണം എന്നല്ലല്ലോ. ജയിലാണ് അയാളുള്ളത്. പാർട്ടിൻ്റെതായ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് നടപടിയെടുക്കും. ആവശ്യമായ നടപടിയെടുക്കും. ഒരു സംശയവും വേണ്ട. എന്തൊക്കെയാണ് വസ്തുത എന്നുള്ളത് പൂർണ്ണമായിട്ട് വരട്ടെ. ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.